പോയപ്പോഴേക്കും വിളിച്ച് അവിടെ നിൽക്കത്തില്ല. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്റെ ക്ലാസ്സിൽ ആരും വന്നിട്ടില്ല. എനിക്ക് കുറച്ച് അനിയത്തികളുണ്ടായിരുന്നു, അവരെയും കാണുന്നില്ല. അവരിത് ഇവിടെ പോയി. ആ, ആരപ്പത്? ഐശ്വര്യമായി ഒടുങ്ങിക്കിട്ട് വന്നോ? ആഹാ, ഇവിടെ നിൽക്കാണോ? ഞാൻ എത്ര നേരമായി തെരയുന്നു. നിങ്ങളെല്ലാട്ടോ തെരയുന്നേ? എന്റെ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ എന്നെ പറഞ്ഞ 9:30 ക്ലാസ് തുടങ്ങുന്നേ, 10:30 ക്ലാസ് തുടങ്ങുന്നേ. അത് പിന്നെ ചേച്ചി ഞങ്ങളെ കൂടെ വരാൻ വേണ്ടി ഒരു തള്ള വിട്ടതാ. ചേച്ചിയുടെ വിളിക്കപ്പ് കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ കള്ളം പറഞ്ഞതാണെങ്കിൽ നിങ്ങളേക്ക് വേണ്ട പണിയുണ്ടല്ലോ. നിങ്ങൾക്കറിയോ, ഫസ്റ്റ് ഡേ ആയിട്ട് ഞാൻ എന്തെല്ലാം മേക്കപ്പ് ചെയ്യാൻ വിചാരിച്ചതാ. അവപ്പാട് സൺസ്ക്രീൻ മാത്രമേ ഇട്ടുള്ളൂ. ഒന്നും ഇടാൻ നേരം കിട്ടില്ല. അതെങ്കിലും ഇട്ടില്ല ചേച്ചി. അത് മതിയോ? നന്നായി. ഓ, എന്റെ കൂടെ ആരും വന്നിട്ടില്ല. ഞാൻ ഞങ്ങളുടെ കൂടെ നടക്കും. ചേച്ചിയുടെ ക്ലാസ്സിൽ അർജുനായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതിന് ചേച്ചിയല്ലേ പറഞ്ഞേ ടീച്ചറുടെ ക്ലാസ്സിൽ ആരും വന്നിട്ടില്ലാന്ന്. ചേച്ചി തള്ളി വിട്ടതാലേ, എനിക്ക് മനസ്സിലായി. എവിടെ മറ്റേത്? അവൾക്കായിരുന്നല്ലോ ഭയങ്കര തിടുക്ക്. ഒറ്റയ്ക്ക് നടന്നോ? ഞാൻ എല്ലാവരും വന്നിട്ടുണ്ട്. ചേച്ചി ഒറ്റ കടന്നു കേട്ടോ. ഞാൻ പോണേ. അറിയാണ്ട് ഈ വഴിയൊന്ന് വന്നു പോയി. അവിടെ നിക്കവിടെ. എന്തോ ഒരു കഷ്ടമായി. എന്താ? അല്ല, ദേവന്റെ കൂടെ ആരും ഇല്ല. ഇല്ല, ഞാനിത് ചെയ്യാനാ. എന്റെ അനിയത്തികൾ കാരണമാ ഞാൻ ഇത്ര നേരത്തെ വന്നത്. ഇനിയിപ്പോ ഒറ്റയ്ക്ക് നടക്കാം, അല്ലാണ്ട് ഇത് ചെയ്യാനാ. അല്ല, നമ്മുടെ ക്ലാസ്സിൽ ജോലി വന്നിട്ടുണ്ട്. അവൾ വന്നിട്ടുണ്ട കാര്യം അവൾക്ക് നമ്മളെയൊന്നും പറ്റില്ലല്ലോ. അതെന്താ അവക്ക് നിങ്ങളെന്ന് പറ്റാത്ത? കഴിഞ്ഞ വർഷം വരെ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ വർഷം അവളുടെ അനിയത്തിക്കായിരുന്നു. ഈ വർഷം രാവിലെ കണ്ടിട്ട് എന്നെ മെയിൻ ചെയ്ത പോലും ഇല്ല. അതെന്താ? എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ കൂട്ടാനോ? നിന്റെ കൂട്ടം എനിക്ക് ആവശ്യമില്ലേ? വേണേ തരാം. വേണ്ട. ഓഫറേ ഇപ്പൊ നിരസിച്ചിരിക്കുന്നു. എന്താ ദേവു, ഇമാതിരി ജാടയൊന്നും പാടില്ലാട്ടോ. എവിടെ നിന്റെ ശിങ്കിടി? ഓ, അവനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവൻ എഴുന്നേക്കാൻ തന്നെ ആവും 10 മണി. ഇവിടെ എത്തുമ്പോഴേക്കും 11 മണി ആവുമായിരിക്കും. ഞാൻ പിന്നെ ലീഡർ സ്ഥാനം കിട്ടി കുടുങ്ങി പോയതാ. അല്ലെങ്കിൽ ഞാൻ അവന്റെ കൂടെ നിന്നേനെ. നീ അവന്റെ പോലെ ആവണട്ടോ. വെറുതെ വടക്കാൻ നിൽക്കണ്ട. അല്ല, ഞാൻ വടക്കായ നിനക്കെന്താ? എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ ഞാൻ പോയി. അല്ല, പോവില്ലേ? എന്താ കമ്പനി വേണോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുവാളും. ഒന്ന് സംസാരിച്ച് നിൽക്കണ. ടൈം പോട്ടെ. ഓ, അങ്ങോട്ട് പറഞ്ഞപ്പോ വലിയ ജാടയായിരുന്നല്ലോ. സ്കൂൾ ലീഡർ കമ്പനി ഒന്നും വേണ്ടെന്നായിരുന്നു, ഇപ്പൊ വേണോ? എടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ കമ്പനി തന്നെ എനിക്കിപ്പോ എന്താ? എടാ, ഇപ്രാവശ്യം നീ തന്നെയാണോ ലീഡർ? എനിക്കറിയില്ല. ആ പ്രിൻസിപ്പൽ മാഡത്തിന് എന്നെ മാത്രമേ കണ്ടുപിടിക്കുന്നു തോന്നുന്നു. നീ പഠിപ്പായതുകൊണ്ടായിരിക്കും. ഞാൻ എന്ത് ഞാൻ കോപ്പിച്ച് ജയിക്കുന്നതാ, അല്ലാണ്ട് ഞാൻ പഠിച്ച് ജയിക്കുന്നൊന്നുമല്ല. പഠിച്ച മോനെ, ഭാവിയിൽ രക്ഷപ്പെടണമെങ്കിൽ പഠിക്കണം. പഠിക്കേണ്ട കാലത്ത് ഉഴപ്പി നടക്കരുത്. നന്നായി പഠിക്കണം. അതൊക്കെ അപ്പൊ നോക്കാന്നേ. ഇപ്പൊ തൽക്കാലം നിങ്ങളൊക്കെ ജീവിച്ചു പോട്ടെ. അല്ല, പിന്നെ എന്തൊക്കെ? പിന്നെ നീ ട്യൂഷൻ ചേർന്നോ? 10th അല്ലേ? ഞാൻ ചേർന്നു. നീ എവിടെ ചേർന്നേ? ഇവിടെയല്ല ട്യൂഷൻ ഇല്ലേ? അവിടെ തന്നെയാ. ആണോ? ഞാനും ഇവിടെ തന്നെയാ. ടീച്ചർ തീരെ പോരാല്ലേ? അതെ, എനിക്ക് മലയാളത്തിന് ടീച്ചർ അതേ പിടിച്ചില്ല. എനിക്ക് എന്നാ ഹിസ്റ്ററിയുടെ സാറെ പിടിക്കാൻ. എനിക്ക് ഹിസ്റ്ററി ഒന്നും മനസ്സിലാവുന്നുണ്ട്. ഓടി, ഹിസ്റ്ററി ഒന്നും മനസ്സിലാവുന്നില്ല. മലയാളം ഒന്നും മനസ്സിലാവുന്നില്ല. ഹായ്, എന്താ രണ്ടുപേർക്ക് ഇവിടെ ഒരു ചിച്ചിക്കളി? നിങ്ങൾ തമ്മിൽ നീ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ തമ്മിലുണ്ടോ? സത്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലല്ലേ? ഇഷ്ടത്തില് ഞങ്ങൾ രണ്ടുപേരും. ചിരിക്കടാ, അവളത് ചോദിക്കുന്ന കേക്ക്. അതെ, ഞാൻ രണ്ടുപേരും ഇഷ്ടത്തില. അതിനിപ്പോ നിനക്ക് എന്താ ഇത്ര ഞങ്ങളോട് ദേഷ്യം? അതിപ്പോ എന്തേ നമ്മളെപ്പോ ഇഷ്ടത്തിലായി? അതൊന്നും നീ പറയല്ലേടി. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇവിടെ അവിടെ നിൽക്കുന്നത് കണ്ടു. ഇവർക്ക് എന്തിന്റെ കേടാ? വേറെ ഒന്ന് ജോലി എടുത്ത് പറയട്ടെ. എടാ, നീ എന്തോന്നാണ് അവളോട് പറഞ്ഞേ? അവൾ ഈ ലോകം മുഴുവൻ അറിയും. കുഴപ്പമില്ല, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? വെറുതെ പറഞ്ഞതാടി. അവളെ വെറുതെ ചൊറി കയറ്റാനായിട്ട്. അവക്കെ നിന്നെ പിടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ എന്നെ ഇരിക്കിയതാ. അത് ഇങ്ങനെയൊക്കെയാണോട് പറയാ? നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ? അത് നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഇനി അവളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കും. നമ്മൾ തമ്മിൽ ഒന്നുമില്ലാന്ന് നമുക്കറിയില്ലേ? പിന്നെ എന്തിനാ നീ അവളോട് അങ്ങനെ പറഞ്ഞു? എടാ, ഇത് അവള് പരത്തിയ നീ മഴ ഫ്രണ്ട്ഷിപ്പിനെ ഉപേക്ഷിക്കും. ശരിക്കും? അതെ, ശരിക്കും. ഞാൻ വെറുതെ. നീ എന്ത് വെറുതെ പറഞ്ഞാലും ഇതാരും ഇനി അവൾ എല്ലാവരോടും പറയും. ജൂലി അറിഞ്ഞ പിന്നെ സ്കൂൾ ഫുൾ ആകുന്നതിന് തുല്യമാ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്സാ. അത് നീ മറക്കരുത്. ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ പടരുന്നത് ശരിയാണോ? ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോയി. ഞാൻ അവളെ പറഞ്ഞ് തിരുത്തിക്കോളാം, നീ പേടിക്കണ്ട. ഇങ്ങനെ പോയി നീ മഴ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉപേക്ഷിക്കും. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? വായി തോന്നി ഫുള്ള് വിളിച്ചു പറയുന്ന. ഒന്നും പറയണ്ട. നീ ഇനി ഇതുപോലെ പറയില്ലെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യും. എന്നാലും നീ ഇങ്ങനെ മിണ്ടോളൂ. എടി, ഞാൻ വെറുതെ ഒരു ജോക്ക് പറഞ്ഞല്ലേ. അത് നീ ഇത്ര സീരിയസ് ആക്കണെന്തിനാ? ഇതത്ര ചെറിയ കാര്യമാണോ? ഇതൊക്കെ എന്തുവാണ് നീ പറയുന്നേ? ഞാനിപ്പോ ഇതിനെല്ലാരും അറിഞ്ഞ ഇല്ലാത്തൊരു കാര്യം പറയുന്നില്ല. എടി പൊട്ടി, ഞാൻ അവളെ ഏറി കേട്ടാൻ വേണ്ടി പറഞ്ഞതാ. അല്ല, നമ്മൾ ഒന്നും നമുക്കറിഞ്ഞൂടെ? വായി തോന്നിയത് ഫുള്ള് വിളിച്ചു പറഞ്ഞോളൂ. ഇവനെനിക്ക് എന്റെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ദുഷ്ടൻ. സ്കൂളിൽ ഫുള്ള് ഇനി നാണം കേടും. എന്നെ കൊണ്ട് വയ്യ. ഞാൻ വിചാരിച്ചു അവൾ തമാശയിലെടുക്കുന്നു. അവളിത് സീരിയസ് ആക്കിയല്ലോ. ഇനി എന്ത് ചെയ്യും? ഞാനിനിയിപ്പോ എന്ത് ചെയ്തിട്ടാ അവളെ സമാധാനിപ്പിക്കാം? ഞാനാണെങ്കിൽ ആ റോസിയോട് അങ്ങനെ ഒരു കളവ് പറഞ്ഞു പോയി. പക്ഷേ വേണ്ടായിരുന്നു. ആകെ നാണം കെട്ടു ദേവന്റെ ഏഴ്. ഇനിയിപ്പോ അവൾ എന്റെ അടുത്ത് മിണ്ടില്ലേ? പൊട്ടത്തിലാണല്ലോ കാണിച്ചത്. എന്റെ ഓരോ പൊട്ടത്തരങ്ങള്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചോളൂ. ഓ, ഈ ജൂലി എവിടെ പോയി കിടക്കുക?
ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനിയിപ്പോ എവിടെ ഞാൻ അന്വേഷിക്കാൻ ബാക്കിയുള്ളത്? ഇവളിത് എവിടെ പോയി കിടക്കുക? ഇവൾ എന്നോട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞതാണല്ലോ. ഞാൻ അവളെക്കായി വൈകി എവിടെ എത്തിയത്. പിന്നെ എങ്ങനെ അവളെ കാണാതാവാ? എവിടെ തപ്പിയാൽ ഈ പോയിന്റിനെ കാണില്ല. റോസി, എന്താടി? എന്നാലും നീ ഞങ്ങളൊക്കെ പൊട്ടന്മാരാക്കിയല്ലോ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ളത് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി അല്ലേ? റോസി, ഞാൻ നിന്നോടെല്ലാം പറയാറുള്ളതല്ലേ. എന്ന് പറഞ്ഞെന്ന്? ശരിയാ, കഴിഞ്ഞ ഇയർ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ബട്ട് ലാസ്റ്റ് വെച്ച് നീ ഞങ്ങളെ വെറുപ്പിച്ചു. ഞങ്ങൾ എന്ത് വെറുപ്പിച്ചു നിങ്ങളെ? നീ ഏതായാലും ആ അർജുനുമായി ബന്ധം സ്ഥാപിച്ചല്ലോ. ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് അറിയാവുന്നല്ലേ, നിങ്ങൾ നല്ല ഫ്രണ്ട്സാ. അത് കഴിഞ്ഞ ഇയർ. ഈ ഇയർ എന്താണ്ടായെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എനിക്ക് തോന്നിയതാ നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. ഞങ്ങൾ തമ്മിലൊരു തേങ്ങയില്ല. അവൻ വെറുതെ പറഞ്ഞതാ. നീ ഇനി വേണ്ടടുത്ത് കിടന്ന് ഉരുളണ്ട. ഇതിനി പരത്തരുത്. ഇത് ഉള്ളതല്ല, ഇത് കളവാ. അവൻ വെറുതെ പറഞ്ഞതാ. ആണോടി? പരത്തുന്ന എനിക്ക് പേടിയുണ്ടോ? റിയൽ ആണെങ്കിൽ നീ പരത്തിയാലും എനിക്കൊരു പേടിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ പരത്തുന്നത്? അതൊക്കെ എന്റെ ഇഷ്ടം. ഞാൻ വേണം എവിടെ വേണമെങ്കിലും സത്യം ചെയ്തുതരാം. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ഇനി ഫ്രണ്ട്ഷിപ്പും ഇല്ല. ഞാൻ അവനുമായുള്ളതൊക്കെ നിർത്തി. അവൻ അങ്ങനെ നിന്റെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ലായിരുന്നു. അത് ശരിയാ, അവൻ പറഞ്ഞത് കളവാ. പക്ഷെ നീ എന്തിനാ വിശ്വസിക്കാൻ നിൽക്കുന്നേ? എനിക്ക് നിന്നെ നന്നായി അറിയാടി. നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്. ഞങ്ങളോടൊക്കെ മറച്ചു വെച്ചതാ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി.